ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കലിൻ്റെ പാർട്ട് 19 വീഡിയോ ആയിട്ടാണ്. സോ ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക പവർ പ്ലാന്റിൻ്റെ കുറേയധികം കൺസെപ്റ്റ് നമ്മൾ പഠിച്ചല്ലോ അല്ലേ. അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വേണമെന്ന് കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്, അതേപോലെ തെർമൽ പവർ പ്ലാന്റ്, അതിൽ നിന്ന് കഴിഞ്ഞ PSCയിലും അതേപോലെ RRB JEയിലൊക്കെ ചോദിച്ചിട്ടുള്ള SSC JEയിലൊക്കെ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ്. ഇത് എല്ലാ പരീക്ഷകളിലും ഒരു സംസ്ഥാന വ്യത്യാസമില്ലാതെ അല്ലെങ്കിൽ ടെക്നിക്കൽ എക്സാമിൻ്റെ വ്യത്യാസമില്ലാതെ എല്ലാ പരീക്ഷകളിലും സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിക്കാറ്. ലെവലിലൊന്നും വ്യത്യാസമൊന്നും ഉണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ഓവർസിയർ എക്സാമിനോ ട്രേഡ്സ്മാൻ എക്സാമിനോ അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ, സബ് എഞ്ചിനീയർ പരീക്ഷകൾക്ക് നിങ്ങൾ പങ്കെടുക്കുകയാണെങ്കിൽ എല്ലാത്തിനും ഒരേ ടൈപ്പ്, പ്രത്യേകിച്ച് ലെവൽ വ്യത്യാസമൊന്നും ഇല്ലാതെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരു എക്സാമിന് അത് യൂസ്ഫുൾ ആവും. ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാനൊരു 38ഓളം ചോദ്യങ്ങൾ കൊണ്ടാണ് വന്നിട്ടുള്ളത്. ഇത് മുഴുവൻ കഴിഞ്ഞ വിവിധ തരത്തിലുള്ള KSEB, സബ് എഞ്ചിനീയർ, അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ, അതേപോലെ ഓവർസിയർ, ദെൻ RRB JE, SSC JE പോലെയുള്ള പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഓരോ ചോദ്യങ്ങൾ വരുന്ന സമയത്തും നിങ്ങളൊന്ന് വീഡിയോ പോസ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ആൻസർ സ്വന്തമായിട്ട് ചെയ്യുക കേട്ടോ. എന്നിട്ട് അതിനുശേഷം എൻ്റെ എക്സ്പ്ലനേഷൻ കേട്ട് നോക്കുക, നിങ്ങളുടെ ആൻസർ കറക്റ്റ് ആണോ നോക്കുക. അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ എത്ര ചോദ്യങ്ങളുണ്ട് എന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. എനിക്കൊന്ന് 36-38 ആണെന്ന് തോന്നുന്നു. നിങ്ങളെന്ത് ചെയ്യുക, നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഓക്കെ, എനിക്ക് നിങ്ങളെ യാതൊരുവിധ പരിചയമില്ല. സപ്പോസ് നിങ്ങൾക്ക് 30 കിട്ടിയാലും വളരെ നല്ല കാര്യം, 25 കിട്ടിയാലും വളരെ നല്ല കാര്യം, സപ്പോസ് 35 കിട്ടിയാലും വളരെ നല്ലത്. അതുകൊണ്ട് നിങ്ങൾ ഇതിൻ്റെ വീഡിയോസ് കണ്ടതാണല്ലോ ഓൾറെഡി. ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റും അതേപോലെ തെർമൽ പവർ പ്ലാന്റിൻ്റെയും വീഡിയോ നിങ്ങൾ കണ്ടതാണ്. അതിന് ശേഷമായിരിക്കും നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടാവുക. സോ നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ആൻസർ കിട്ടിയതിന് ശേഷം എത്ര ആൻസേഴ്സ് കറക്റ്റായി എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങൾ മൈനസൊന്നും ഇടണ്ട. ഇപ്പം ടോട്ടൽ ഒരു 36 ചോദ്യമാണെങ്കിൽ നിങ്ങൾക്കൊരു 30 ചോദ്യം കിട്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, 30/36 എന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. 30/36 നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, സപ്പോസ് നിങ്ങൾക്ക് കിട്ടിയത് ഒരു 25 മാർക്കാണെന്ന് വിചാരിച്ചോ. അപ്പോൾ 25/36 എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സപ്പോസ് എത്രയാണ് ചോദ്യം എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, ചിലപ്പോൾ 37 ആയിരിക്കും. സപ്പോസ് 37 കറക്റ്റ് ആണെങ്കിലോ 37/37 നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. ഓക്കെ, ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. അതേപോലെ നിങ്ങൾ കറക്റ്റായിട്ട് വീഡിയോ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് കൂടി അറിയാൻ വേണ്ടിയിട്ടാണ്. സോ തുടങ്ങിയാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ തെർമൽ പവർ പ്ലാന്റ് എക്കണോമൈസർ ഈസ് യൂസ്ഡ് ടു ഹീറ്റ്. ഇപ്പോൾ പോസ് ചെയ്തേ, വീഡിയോ പോസ് ചെയ്തോളൂ. അപ്പോൾ ഞാൻ എൻ്റെ ആൻസർ പറയുകയാണെങ്കിൽ പോവാണ്. എന്താണ് തെർമൽ പവർ പ്ലാന്റിൽ എക്കണോമൈസർ എന്തിനാണ് യൂസ് ചെയ്യുന്നത് അല്ലേ? എന്തിനെ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, എക്കണോമൈസർ എപ്പോഴും വെള്ളത്തിനെ ഹീറ്റ് ചെയ്യാനാണ് കേട്ടോ. എക്കണോമൈസർ അതിന് വാട്ടറുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യണം. സോ ഫീഡ് വാട്ടറിനെ ഹീറ്റ് ചെയ്യാനാണ് നമ്മൾ എക്കണോമൈസർ യൂസ് ചെയ്യുക എന്ന് ഓർത്ത് വെക്കുക. അപ്പം കൂടുതൽ ഇൻഫർമേഷൻ, എന്താണ് ഫീഡ് വാട്ടർ? നമുക്ക് പവർ പ്ലാന്റിനകത്തേക്ക് അല്ലേ, ഈ പറയുന്ന ബോയിലറിനകത്തേക്ക് നമ്മൾ കൊടുക്കുന്ന വെള്ളത്തിന് പറയുന്ന പേരാണ് ഫീഡ് വാട്ടർ. സോ എന്തായാലും ബോയിലറിനകത്ത് പോയിട്ട് വെള്ളം ഹീറ്റ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ബോയിലറിൻ്റെ പണി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി അകത്തേക്ക് പോകുന്ന വെള്ളം തന്നെ ഒരു സേർട്ടൺ ടെമ്പറേച്ചറിൽ എത്തിച്ചതിന് ശേഷം മാത്രം ബോയിലറിലേക്ക് പോവുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ബോയിലറിൻ്റെ പണി കുറയും അല്ലേ. ബോയിലറിന് അതിന് ബാക്കി ചൂട് കൊടുത്താൽ മതി, ബാക്കി ടെമ്പറേച്ചർ പ്രൊവൈഡ് ചെയ്താൽ മതി. സോ നമ്മൾ എന്ത് ചെയ്യും, എക്കണോമൈസറിൽ കൂടി കടത്തി വിട്ടിട്ട് നമ്മൾ ഈ പറയുന്ന ഫീഡ് വാട്ടറിനെ ഒന്ന് ഹീറ്റ് ചെയ്യും. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കിയാലോ. ഫ്ലൂ ഗ്യാസ് ആണോ? അല്ല, ഫ്ലൂ ഗ്യാസിൻ്റെ ടെമ്പറേച്ചർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പറയുന്ന എക്കണോമൈസറിലേക്ക് ടെമ്പറേച്ചർ എത്തിക്കുന്നത് അല്ലേ. ഫ്ലൂ ഗ്യാസ് എന്തായിരുന്നു, നമ്മൾ ബോയിലർ വെള്ളം ചൂടാക്കി കഴിഞ്ഞാൽ കരിയും പുകയൊക്കെ അടങ്ങിയ ഒരു പുകപടലം ഉണ്ടാവില്ലേ, ആ പുകപടലം നല്ല ഹൈ ടെമ്പറേച്ചറിലായിരിക്കും അല്ലേ. സോ ഫ്ലൂ ഗ്യാസിൻ്റെ ടെമ്പറേച്ചറാണ് എക്കണോമൈസറിൽ യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നതെന്ന് ഓർത്ത് വെക്കുക. പക്ഷേ ഇവിടെ ചോദിച്ചെന്താ, എക്കണോമൈസർ എന്തിന് ഹീറ്റ് ചെയ്യാനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫീഡ് വാട്ടറിനെയാണ്. ഓക്കെ അല്ലേ. നെക്സ്റ്റ് പോവാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഹീറ്റ് എക്സ്ചേഞ്ചർ ഈസ് യൂസ് ടു റൈസ് ദി ടെമ്പറേച്ചർ ഓഫ് സ്റ്റീം ഫ്രം നോർമൽ ടു സൂപ്പർ സാച്ചുറേഷൻ ലെവൽ? അതിൽ തന്നെയുണ്ട്, ക്വസ്റ്റ്യൻ തന്നെയുണ്ട് അല്ലേ. ടെമ്പറേച്ചർ നമ്മൾക്ക് എന്ത് ചെയ്യണം, സ്റ്റീമിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യണം നോർമൽ ടെമ്പറേച്ചറിൽ നിന്നും സൂപ്പർ സാച്ചുറേഷൻ ലെവലിലേക്ക്. പേരെന്താ, സൂപ്പർ ഹീറ്റർ അല്ലേ.
യെസ്, സ്റ്റീമിന് ഒരു നോർമൽ ടെമ്പറേച്ചർ ഉണ്ടാകും. സപ്പോസ് ഒരു 200-250 ഡിഗ്രി സെൽഷ്യസ് ഉണ്ടെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, 250 to 300 ഉണ്ടെന്ന് വിചാരിച്ചാൽ നമുക്ക് കൂടുതൽ സൂപ്പർ ഹീറ്റഡ് ആയിട്ടുള്ള സ്റ്റീം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? യെസ്, ഈ പറയുന്ന സൂപ്പർ ഹീറ്ററിൽ കൂടി കടത്തിവിടും. അപ്പോൾ എന്ത് ചെയ്തു? യെസ്, നമ്മുടെ സ്റ്റീം സൂപ്പർ ഹീറ്റഡായി, അതിൻ്റെ ടെമ്പറേച്ചർ കൂടി. അപ്പോൾ സൂപ്പർ ഹീറ്റഡ് സ്റ്റീമിൻ്റെ അഡ്വാൻറ്റേജസ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? യെസ്, അതൊക്കെ നമ്മൾ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീഡിയോ കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക. ഓക്കെ, യെസ്, എയർ പ്രീ ഹീറ്റർ എന്തിനാ? യെസ്, നമ്മൾ ബോയിലറിൻ്റെ അകത്തേക്കുള്ള ആ അടുപ്പിലേക്കുള്ള എയർ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എയർ പ്രീ ഹീറ്റർ. എക്കണോമൈസർ ഫീഡ് വാട്ടറിനെ, കണ്ടൻസർ തണുപ്പിക്കാൻ അല്ലേ? യെസ്, നെക്സ്റ്റ് പോവാം. മാക്സിമം എഫിഷ്യൻസി ഓഫ് മോഡേൺ കോൾ ഫയർഡ് സ്റ്റീം റൈസിംഗ് തെർമൽ പവർ പ്ലാന്റ് ഈസ് റെസ്ട്രിക്റ്റഡ് ടു എബൌട്ട് 0.35. അതായത് റെസ്ട്രിക്റ്റഡ് ടു എബൌട്ട് എ ലോ വാല്യൂ മെയിൻലി ബിക്കോസ് ഓഫ്. ക്വസ്റ്റൻ എന്താ? എന്തുകൊണ്ടാണ് ഒരു സ്റ്റീം പവർ പ്ലാന്റിൻ്റെ, ഒരു തെർമൽ പവർ പ്ലാന്റിൻ്റെ എഫിഷ്യൻസി കുറവാകാൻ കാരണം? ലോ ആൾട്ടർനേറ്റർ എഫിഷ്യൻസി അല്ല, നമ്മുടെ ജനറേറ്ററിൻ്റെ എഫിഷ്യൻസി കുറവായതുകൊണ്ടല്ല. ഹൈ എനർജി ലോസ് ഇൻ ബോയിലർ അല്ല, ബോയിലർ കൂടി എനർജി ലോസ് ഉണ്ട്, സ്വാഭാവികമാണ്, പക്ഷേ അതല്ല റീസൺ. ലോ സ്റ്റീം ടർബൈൻ മെക്കാനിക്കൽ എഫിഷ്യൻസി അല്ല, ടർബൈൻ എഫിഷ്യൻസി കുറവായതുകൊണ്ടൊന്നല്ല. ദി റീസൺ ഈസ് ഹൈ എനർജി ലോസ് ഫ്രം ടർബൈൻ എക്സോസ്റ്റ് ടു കണ്ടൻസർ അല്ലേ? നമ്മൾ ഓൾറെഡി പറഞ്ഞു തന്നെയാണ്, ടർബൈൻ എക്സോസ്റ്റ് വഴിയും. അതേപോലെ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ, ഇതാണ് എൻ്റെ ടർബൈൻ എങ്കിൽ ടർബൈൻ ബ്ലേഡുകളിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? യെസ്, ഈ പറയുന്ന രീതിയിൽ നോസിൽ വഴി വാട്ടർ സപ്ലൈ ചെയ്യുന്നു അല്ലേ? സോ ഇതിൻ്റെ പുറത്താണ് നമുക്ക് ഇതിൻ്റെ എക്സോസ്റ്റ് ഭാഗത്തായിട്ടാണ് കണ്ടൻസർ വരുന്നത് അല്ലേ? കണ്ടൻസർ കണക്ട് ചെയ്യുന്നത് നമ്മൾ ടർബൈൻ്റെ എക്സിറ്റിലാണ്. സോ ഇവിടെ ഹൈ ടെമ്പറേച്ചർ ആൻഡ് ഹൈ പ്രഷറിലുള്ള സ്റ്റീം പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ വേസ്റ്റായി പോവുകയാണ്. കണ്ടൻസറിലെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ലോവസ്റ്റ് വാല്യൂ ആണ്. സോ അത്രത്തോളം ഹീറ്റ് ലോസ് ഇവിടെ സംഭവിക്കുന്നുണ്ട്. നമുക്ക് മാക്സിമം ഹീറ്റും നമുക്കിവിടെ ടർബൈനിൽ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല എന്നുള്ളതാണ്. സോ ആൻസർ എന്താണ്? ഹൈ എനർജി ലോസ് ഫ്രം ടർബൈൻ എക്സോസ്റ്റ് ടു കണ്ടൻസർ. നമ്മൾ ക്ലാസ്സിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരിക. കിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് പോവാം. മേജർ ഷെയർ ഓഫ് പവർ ഇൻ ഇന്ത്യ ഈസ് പ്രൊഡ്യൂസ്ഡ് ത്രൂ. ഓക്കെ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏത് വഴിയാണ്? തെർമൽ, ഡീസൽ, ന്യൂക്ലിയർ, ഹൈഡ്രോ. തെർമലാണ് കേട്ടോ ആൻസർ. ഓക്കെ, ഇന്ത്യയെ കൺസിഡർ ചെയ്യുമ്പം തെർമൽ പവർ പ്ലാന്റ് ആണ് കൂടുതൽ. മോർ ദാൻ 60% എന്നൊക്കെയാണ് നമ്മൾ പറയാറ് കേട്ടോ. എബോവ് 60% ആണ് ഹൈ തെർമൽ ഉള്ളത്. ഇനി കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഏതാണ്? ഹൈഡ്രോ പവർ പ്ലാന്റ് എന്നാണ് അറിഞ്ഞിരിക്കുക കേട്ടോ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹൈഡ്രോ പവർ പ്ലാന്റ് ആണ്. അപ്പോൾ ചിലപ്പോൾ കേരള PSCക്കൊക്കെ ചിലപ്പോൾ ചോദിച്ചേക്കാം കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക? അതൊന്ന് അറിഞ്ഞിരിക്കുക. പേഴ്സൻറ്റേജ് ഒന്നും അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. ഏറ്റവും കൂടുതൽ ഉള്ളത് ഹൈഡ്രോ ആണ് കേരളത്തിൽ നിന്ന് ഓർത്തിരിക്കുക. ദെൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ജനറേറ്റിംഗ് പവർ സ്റ്റേഷൻ റിക്വയർ എ ലോട്ട് ഓഫ് ടൈം ഫോർ സ്റ്റാർട്ടിങ്ങിന് ഏറ്റവും കൂടുതൽ സമയം വേണ്ടത് ഏതിനാണ്? സ്റ്റീം, ഡീസൽ, ഹൈഡ്രോ, ന്യൂക്ലിയർ. അപ്പോൾ ഡീസലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡീസൽ ജനറേറ്റർ ആയിരിക്കും. അതിന് വളരെ ക്വിക്ക് സ്റ്റാർട്ടിങ് ആൻഡ് ക്വിക്ക് സ്റ്റോപ്പിങ്ങിനൊക്കെ നമുക്ക് പറ്റും. അതുകൊണ്ട് നമ്മൾ പീക്ക് ലോഡിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ക്വിക്ക് സ്റ്റാർട്ട് പർപ്പസിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഡീസലാണ്. അപ്പോൾ ഡീസലല്ല അല്ലേ? ഡീസലല്ല. ഹൈഡ്രോയും നമുക്ക് എന്ത് ചെയ്യാം? താരതമ്യേന വേഗത്തിൽ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യും സ്റ്റോപ്പ് ചെയ്യുകയൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം എന്താ? റിസർവോയറിൽ വെള്ളം ഉണ്ടെങ്കിൽ നമുക്കിപ്പം പെട്ടെന്ന് ലോഡ് കൂടിയൊക്കെ കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇൻലെറ്റ് വാൾവ് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഗവർണർ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഹൈഡ്രോയും കൺട്രോൾ ചെയ്യാം. സോ സ്റ്റാർട്ട് ചെയ്യാൻ അധികം സമയമൊന്നും വേണ്ട. അപ്പോൾ ഇവിടെ അവർ ഉദ്ദേശിക്കുന്ന കൺസെപ്റ്റ് എന്താണെന്നറിയോ? യെസ്, എനിക്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ കുറേ അധികം സമയം അതിൻ്റെ ഓക്സിലറി ഡിവൈസസിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ അതിൻ്റെ ജനറേറ്റർ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള പ്രൈം മൂവറിന് വേണ്ടിയിട്ടും അല്ലേ, അതിനൊക്കെ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്നത് ഏത് പ്ലാന്റ് ആണ് എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾ നോക്കിയാൽ സ്റ്റീം പവർ പ്ലാന്റിൻ്റെ കേസിൽ നമ്മൾ സ്റ്റീം ഉണ്ടാക്കണമെങ്കിൽ മണിക്കൂറുകൾ നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, യെസ്. ഇപ്പം ഇന്ന് രാത്രി എനിക്ക് ഒരു 6 മണിക്ക് ശേഷം എനിക്ക് ഇത്ര ലോഡ് മീറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ സ്റ്റീം പവർ പ്ലാന്റ് ഞാൻ ചിലപ്പം ഒരു രാവിലെ മുതലെയോ അല്ലെങ്കിൽ ഉച്ച സമയത്തോ ഞാൻ എന്ത് ചെയ്യേണ്ടി വരും? സ്റ്റാർട്ട് ചെയ്തിടേണ്ടി വരും. സ്റ്റാർട്ട് ചെയ്ത് ബോയിലർ വഴി കത്തിച്ച് ദെൻ സ്റ്റീം ഉണ്ടാക്കി, സ്റ്റീം സൂപ്പർ ഹീറ്റഡ് ആക്കി, ആ രീതിയിൽ എനിക്ക് എന്ത് ചെയ്യണം? സ്റ്റാർട്ടിങ്ങിന് ഇഷ്ടം പോലെ ടൈം എടുക്കുന്നത് സ്റ്റീം പവർ പ്ലാന്റ് ആണെന്ന് ഓർത്ത് വെക്കുക. ന്യൂക്ലിയർ പവർ പ്ലാന്റ് എന്ന് പറയുന്നതും ന്യൂക്ലിയറിലും എന്താ സംഭവിക്കുന്നത്? ന്യൂക്ലിയറിലും നമ്മൾ ന്യൂക്ലിയർ ഫിഷൻ മൂലം ഹൈ എനർജി നമുക്ക് കിട്ടും അല്ലേ? ആ എനർജി യൂട്ടിലൈസ് ചെയ്തിട്ട് ഹീറ്റ് ചെയ്യിക്കുകയാണ് ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ ചെയ്യുന്നത് കേട്ടോ. സ്റ്റീം തന്നെയാണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ എന്ത് സംഭവിക്കുന്നുണ്ട്? അവിടെ നമുക്ക് വളരെ വേഗത്തിൽ ഈ പറയുന്ന സ്റ്റീമിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ന്യൂക്ലിയർ പവർ പ്ലാന്റ് അല്ല എന്ന് ഒന്ന് ഓർത്ത് വെക്കുക. അതും കൂടി നമുക്കിവിടെ സ്ട്രൈക്ക് ചെയ്യാം.
സോ നമ്മളൊരു തെർമൽ പവർ പ്ലാന്റിലാണ്, സ്റ്റീം പവർ പ്ലാന്റിലാണ് ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടിങ്ങിന് സമയം വേണ്ടതെന്ന് ഓർത്ത് നോക്കുക. ഓപ്ഷൻ എ ആണ് ആൻസർ. നെക്സ്റ്റ് പോയാലോ? യെസ്. വിച്ച് ടൈപ്പ് ഓഫ് ഫാൻ യൂസ്ഡ് ബിറ്റ്വീൻ ഡസ്റ്റ് കളക്ടർ ആൻഡ് ചിമ്നി ഇൻ തെർമൽ പവർ പ്ലാന്റ്? ഇമ്പോർട്ടൻ്റ് ആണ്. ഡ്രോട്ട് ഫാൻ അല്ലെ ഡ്രാഫ്റ്റ് ഫാനിനെ കുറച്ചൊക്കെ ചോദിക്കാറുണ്ട്. നമ്മൾ ഇൻഡ്യൂസ്ഡ് ഡ്രോട്ടും അല്ലേ നാച്ചുറൽ ഡ്രോട്ടും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഫോഴ്സ്ഡ് ഡ്രോട്ടൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതാണെന്ന് പറഞ്ഞത്? ഫോഴ്സ്ഡ്, ഇൻഡ്യൂസ്ഡ്, സീലിംഗ് ഫാന്, ടേബിൾ ഫാന്. ഇപ്പോൾ സീലിംഗ് ഫാനും ടേബിൾ ഫാനും അല്ല അല്ലേ, അതെന്തായാലും അല്ല. ഇനി ഫോഴ്സ്ഡ് ഡ്രോട്ട് അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് ഡ്രോട്ട് ഇതിൽ മാത്രമേ നമുക്ക് ഡൗട്ട് വരാൻ സാധ്യതയുള്ളൂ. അപ്പോൾ നിങ്ങൾ പറഞ്ഞ് ഡസ്റ്റ് കളക്ടർ ആൻഡ് ചിമ്മിനി. അപ്പോൾ യെസ്, പുറത്തേക്ക് പോവുകയാണ് വേണ്ടത് അല്ലേ. ഇവിടെ ഡസ്റ്റ് കളക്ടർ ഉണ്ട്, ഇനി അതിന് ശേഷമാണ് എൻ്റെ ചിമ്മിനി വരുന്നത് അല്ലേ. എത്ര വരച്ച് വലിയ ശീലമില്ല കേട്ടോ, അതുകൊണ്ടാണ്. അപ്പം നമുക്ക് പുറത്തേക്കാണ് ഈ പറയുന്ന രീതിയിൽ ഡ്രോട്ട് കൊടുക്കേണ്ടത് അല്ലേ. യെസ്. അപ്പോൾ ഇവിടെ എൻ്റെ ഡസ്റ്റ് കളക്ടർ ഉണ്ട്. ഞാൻ ഇവിടെ ഒരു എക്സോസ്റ്റ് ഫാൻ വെക്കേണ്ടി വരും അല്ലേ, ഇവിടെ ഒരു ഫാൻ വെക്കേണ്ടി വരും പുറത്തേക്ക് പോകുന്ന രീതിയിൽ. അപ്പോൾ ഏത് ഫാനാണത്? ഇൻഡ്യൂസ്ഡ് ഫാനാണോ ഫോഴ്സ്ഡ് ഡ്രോട്ടാണോ? ഇൻഡ്യൂസ്ഡ് ഡ്രോട്ടാണോ ഫോഴ്സ്ഡ് ഡ്രോട്ടാണോ? യെസ്. സോ മനസ്സിലാക്കുക, നമ്മളിവിടെ യൂസ് ചെയ്യുക ഇൻഡ്യൂസ്ഡ് ഡ്രോട്ടാണ്. ഓക്കെ, ഇൻഡ്യൂസ്ഡ് ഡ്രോട്ട് ഒരു ടൈപ്പ് ഓഫ് എക്സോസ്റ്റ് ഫാനാണ്. നിങ്ങൾ നോക്കിയേ, ഫോഴ്സ്ഡ് ഡ്രോട്ട് നമ്മൾ എവിടെയാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? യെസ്, നമ്മുടെ ഫർണസിൽ വിറക് കത്തിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ കൽക്കരി കത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എയർ വേണം അല്ലേ. ആ എയറിനെ അകത്തേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫോഴ്സ്ഡ് ഡ്രോട്ട് ഫാൻ യൂസ് ചെയ്യുന്നത്. ഇൻഡ്യൂസ്ഡ് ഡ്രോട്ട് ഫാൻ എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് സക്ഷൻ ഫാനാണ് കേട്ടോ. നമ്മളിവിടെ നിന്ന് ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു നെഗറ്റീവ് പ്രഷർ ക്രിയേറ്റ് ചെയ്തിട്ട് യെസ് ഇവിടെ നിന്നുള്ള വായു പടലങ്ങൾ നമ്മൾ നേരെ അകത്തേക്ക് കൊടുക്കാൻ വേണ്ടി ഇൻഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇൻഡ്യൂസ്ഡ് ഡ്രോട്ട് ഫാനാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നതെന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ആൻസർ ഏതാ? യെസ്, ഐ ഡി ഫാനാണെന്ന് ഓർത്ത് വെക്കുക. ഐ ഡി ഫാനിൻ്റെ കേസിൽ അതിന് മെയിൻ്റനൻസ് കൂടുതലാണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അതുകൊണ്ടാണ് യെസ്, ചൂട് വായുവാണ്, ഹോട്ട് എയർ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. നേരെ മറിച്ച് ഫോഴ്സ്ഡ് ഡ്രോട്ട് ഫാനിൻ്റെ കേസിലോ ഇവിടെ ഫ്രഷ് എയർ ആയിരിക്കും എന്ന് ഓർത്ത് വെക്കുക കേട്ടോ. യെസ്, ഫ്രഷ് എയർ ആണെന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഓക്കെ അല്ലേ? യെസ്. ദി ഡ്രോട്ട് പ്രൊഡ്യൂസ്ഡ് ബൈ ചിമ്നി ഈസ് ബാലൻസ്ഡ്, ഫോഴ്സ്ഡ്, നാച്ചുറൽ, ഇൻഡ്യൂസ്ഡ്. ഫോഴ്സ്ഡ് ഡ്രോട്ടല്ല, നാച്ചുറൽ ഡ്രോട്ടാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ചിമ്മിനിയിൽ എങ്ങനെയാണ് ഈ ഡ്രോട്ട് സംഭവിക്കുന്നത്? യെസ്, സ്വാഭാവികമായിട്ട് നമുക്കൊരു എന്താ പറയുക, ഈ വായു ഇല്ലേ, ഇപ്പം എയർ ചൂടാവുന്ന സമയത്ത് എന്ത് സംഭവിക്കും? യെസ്, അതിൻ്റെ ഡെൻസിറ്റി കുറയും കേട്ടോ, അതിൻ്റെ വെയിറ്റ് കുറയും, ഡെൻസിറ്റി കുറയും. എയർ ചൂടാവുന്ന സമയത്ത് ഡെൻസിറ്റി കുറയും. അപ്പോൾ എന്ത് സംഭവിക്കും? യെസ്, ഈ ചൂടായ വായു ഓട്ടോമാറ്റിക്കായിട്ട് മുകളിലേക്ക് പോകും. ഓക്കെ, സോ എയർ തണുത്ത എയർ ആണെങ്കിലോ കോൾഡ് എയർ ആണെങ്കിലോ അത് ഹെവി ആയിരിക്കും കേട്ടോ. ഡെൻസിറ്റി കൂടുകയാണ് ചെയ്യുക, അത് ഹെവി ആയിരിക്കും. അപ്പം തണുത്ത വായു എപ്പോഴും താഴെയാണ് ഉണ്ടാവുക. ഹോട്ട് ആയതാണെങ്കിൽ അത് മുകളിലേക്ക് പോകും. എന്തുകൊണ്ടാണ്? അതിന് വെയിറ്റ് കുറവാണ്. സോ നമ്മുടെ എയറിന് സ്വാഭാവികമായിട്ടൊരു ടെൻഡൻസി ഉണ്ട്, അത് ചൂടാവുന്ന സമയത്ത് യെസ് ഡെൻസിറ്റി കുറയുന്നത് മൂലം മുകളിലേക്ക് പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അതിന് പറയുന്നവരാണ് നാച്ചുറൽ ഡ്രോട്ട് കേട്ടോ. അതായത് പ്രകൃതിദത്തമായിട്ട് സ്വാഭാവികമായിട്ട് ഉള്ള ഒരു പ്രഷർ ഡിഫറൻസ്. സോ ചിമ്മിനിയിൽ നടക്കുന്നത് നാച്ചുറൽ ഡ്രോട്ടാണെന്ന് ഓർത്ത് വെക്കുക. ഈ ഫോഴ്സ്ഡ് ഡ്രോട്ടും ഇൻഡ്യൂസ്ഡ് ഡ്രോട്ടും എന്താണ്? അത് ആർട്ടിഫിഷ്യലാണ്. ദെൻ ബാലൻസ്ഡ് ഡ്രോട്ട് എന്ന് പറയുന്നത് എന്താ? ഇതിൻ്റെ ഒരു കോമ്പിനേഷനാണ് കേട്ടോ. ഈ ഫോഴ്സ്ഡ് ഡ്രോട്ടിൻ്റെയും ഇൻഡ്യൂസ്ഡ് ഡ്രോട്ടിൻ്റെയും ഒരു കോമ്പിനേഷനാണ് ബാലൻസ്ഡ് ഡ്രോട്ട് എന്ന് ഓർത്ത് വെക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ? ഇതിൻ്റെ ആൻസർ നാച്ചുറൽ ഡ്രോട്ടാണെന്ന് ഓർത്ത് വെക്കുക. ഓപ്ഷൻ സി. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് സ്റ്റീം പവർ പ്ലാന്റ്? സ്റ്റീം പവർ പ്ലാന്റിൻ്റെ പാർട്ട് അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചാൽ, ബോയിലറാണ്, സൂപ്പർ ഹീറ്ററാണ്, ഡിഫ്യൂസർ അല്ല അല്ലേ, എക്കണോമൈസറാണ്. സോ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. ഞാൻ അതിൻ്റെ ഒരു ഫ്ലോ ചാർട്ട്, അതിൻ്റെ ഒരു ഡയഗ്രം ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അത് കൃത്യമായിട്ട് വാച്ച് ചെയ്യണം കേട്ടോ. അത് കൃത്യമായിട്ട് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ പതിപ്പിച്ചിരിക്കണം. കുറേ പ്രാവശ്യം ഒന്ന് വരച്ച് നോക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ പാർട്ടിൻ്റെയും ഒക്കെ സ്ട്രക്ചർ, ഓരോ പാർട്ടും എവിടെയൊക്കെയാണ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്, വരച്ച് പഠിക്കുക. നെക്സ്റ്റ്, ഇത് കണക്റ്റഡ് ലോഡ്. ഓക്കെ, ഇത് എക്കണോമിക്സ് ഓഫ് പവർ പ്ലാന്റ് ആണ്. ഇത് കണക്റ്റഡ് ലോഡ് ഓഫ് എ കൺസ്യൂമർ ഈസ് 3 kW. ഹിസ് മാക്സിമം ഡിമാൻഡ് ഈസ് 1.5 kW. ഡിമാൻഡ് ഫാക്ടർ എത്ര? ഇത് കേരള PSCയിലൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ്. ഡിമാൻഡ് ഫാക്ടർ എന്താ? യെസ്, മാക്സിമം ഡിമാൻഡ് ബൈ കണക്റ്റഡ് ലോഡ് അല്ലേ, മാക്സിമം ഡിമാൻഡ് ബൈ കണക്റ്റഡ് ലോഡ്.
ഇവിടെ നമുക്ക് 2 വാല്യൂ തന്നിട്ടുള്ളൂ അല്ലേ, 2 വാല്യൂ മാത്രമേ തന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം, പ്രത്യേകിച്ച് വലിയ അറിഞ്ഞിരിക്കണം നിർബന്ധമൊന്നുമില്ല. പക്ഷേ ചില കേസസിൽ വേറെയും ഫാക്ടേഴ്സ് തരുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് കിട്ടിയെന്ന് വരില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ ആൻസർ? ഇവിടെ 0.5 വരാനേ ചാൻസ് ഉള്ളൂ അല്ലേ, വേറെ ചാൻസ് കുറവാണ്. സോ 1.5 ഡിവൈഡഡ് ബൈ 3 ആണ് ആൻസർ വരിക, 0.5. സോ ഞാൻ പറഞ്ഞു തന്ന എല്ലാ ഫാക്ടേഴ്സും, ലോഡ് ഫാക്ടർ, ഡൈവേഴ്സിറ്റി ഫാക്ടർ, യൂട്ടിലൈസേഷൻ ഫാക്ടർ, അതൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ കൃത്യമായിട്ടൊന്ന് എഴുതി പഠിക്കണേ, ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇവിടെ പ്രത്യേകിച്ച് വേറെ വരാൻ സാധ്യതയില്ല. സപ്പോസ് ഇവിടെ ഒരു ഓപ്ഷൻ 2 എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ അല്ലേ, ഓപ്ഷനിലൊരു 2 എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് നിങ്ങൾക്ക് ഡൗട്ട് വരാൻ സാധ്യതയുള്ളൂ. ഇത് അങ്ങനെയൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് വേഗം കൊണ്ടുപോയിട്ട് ഉറപ്പിക്കാം. നെക്സ്റ്റ് പോവാം. ദി മാക്സിമം ഡിമാൻഡ് ഓഫ് എ കൺസ്യൂമർ ഈസ് 2 കിലോവാട്ട്. ഹിസ് ഡെയിലി എനർജി കൺസംഷൻ ഈസ് 24 യൂണിറ്റ്. ഹിസ് ലോഡ് ഫാക്ടർ ഈസ്. അപ്പോൾ ലോഡ് ഫാക്ടർ എന്താ? ആവറേജ് ലോഡ് ഡിവൈഡഡ് ബൈ മാക്സിമം ഡിമാൻഡ് അല്ലേ, മാക്സിമം ഡിമാൻഡ്. നിങ്ങൾ ഇതിനെ രണ്ടിനെയും 24 മണിക്കൂർ കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്തേ, 2നെ 24 മണിക്കൂർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ആവറേജ് ലോഡിനെ 24 മണിക്കൂർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഡെയിലി കൺസംഷൻ കിട്ടും. ഓക്കെ, ഡെയിലി കൺസംഷൻ കിട്ടും. ഓക്കെ, അറിയില്ലെങ്കിൽ എഴുതി വെക്കുക. അതായത് ഒരു ദിവസത്തെ ആവറേജ് ലോഡ് എത്രയാണെന്ന് തന്നിട്ടുണ്ട് വിചാരിച്ചോ. ഓക്കെ, അത് സാധാരണ ആവറേജ് ലോഡ് തരിക 1 മണിക്കൂർ നേരത്തേക്കാണ് തരിക കേട്ടോ. ആവറേജ് ലോഡ് എപ്പോഴും തരുന്നുണ്ടാവുക 1 മണിക്കൂർ നേരത്തേക്കാണ്. ഓക്കെ അല്ലേ, നിങ്ങളൊരു മറ്റേ ഗ്രാഫൊക്കെ പഠിച്ച് ഓർമ്മയില്ലേ, ഡെയിലി ലോഡ് കർവൊക്കെ നമ്മൾ പഠിച്ച് ഓർമ്മയില്ലേ, അല്ലെ ഇങ്ങനെ ഡെയിലി ലോഡ് കർവ് ഇങ്ങനെ പോകുന്നുണ്ട് എന്ന് വിചാരിച്ചോ. ഓക്കെ, അപ്പോൾ അതിൽ നമ്മളൊരു ആവറേജ് ലോഡ് കാണിക്കും അല്ലേ, ഇതായിരിക്കും ആവറേജ് ലോഡ്, ഇതായിരിക്കും മാക്സിമം ഡിമാൻഡ് അല്ലേ, ഇതാണ് മാക്സിമം ഡിമാൻഡ് വരിക. ഈ ആവറേജ് ലോഡ് ഇൻറ്റു 24 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതായിരിക്കും, യെസ്, ഇതിൻ്റെ ടോട്ടൽ ഏരിയ, ടോട്ടൽ യൂണിറ്റ് കൺസ്യൂംഡ് ഇൻ എ ഡേ ആണ് കിട്ടുക അല്ലേ. ഇതാ ആവറേജ് ലോഡ് ഇൻറ്റു 24 ചെയ്ത് കഴിഞ്ഞാൽ ഡെയിലി ലോഡ് കൺസംഷൻ കിട്ടും. ഇനി താഴെ മാക്സിമം ഡിമാൻഡ് ഇൻറ്റു 24. ഓക്കെ, മാക്സിമം ഡിമാൻഡ് ഇൻറ്റു 24. ഇവിടെ ഡെയിലി കൺസംഷൻ പാർട്ട് ഉണ്ടല്ലോ, എത്ര? 24 യൂണിറ്റ് അല്ലേ. സോ അത് എഴുതുക, 24 ഡിവൈഡ് ബൈ മാക്സിമം ഡിമാൻഡ് എത്രയാണ്? 2 അല്ലേ, 2 ഇൻറ്റു 24. ആൻസർ എന്താ? 24 കട്ടായി 1/2 വിച്ച് ഈസ് ഈക്വൽ ടു 50% അല്ലെങ്കിൽ 0.5 ആണ് ആൻസർ അല്ലേ. എത്ര എളുപ്പത്തിൽ കിട്ടി. ചിലപ്പോൾ നിങ്ങൾക്ക് ഇതൊരു ടഫായിട്ട് ഇപ്പോൾ തോന്നുന്നുണ്ടാവാം, പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇങ്ങനത്തെ കുറേയധികം ക്വസ്റ്റ്യൻസ് കാണുന്ന സമയത്ത് വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇത് വളരെ ഈസിയാണ്. RRB JEE ചോദിച്ചിട്ടുള്ളതാണ്. നിങ്ങൾക്ക് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ലെവലിലും അതേപോലെ ഓവർസിയറിലും ട്രേഡ്സ്മാനിലും ഒക്കെ ചോദിക്കുക കേട്ടോ. അത്ര വലിയ കൺസെപ്റ്റ് ഒന്നുമല്ല. സോ കൃത്യമായിട്ട് പഠിക്കുക. നെക്സ്റ്റ്, ദി ബോയിലർ ജനറേറ്റ് സ്റ്റീം അറ്റ്. ബോയിലർ ഏത് രീതിയിലുള്ള സ്റ്റീമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? നമുക്ക് ഓൾറെഡി അറിയാം, ഹൈ ടെമ്പറേച്ചറിലും ഹൈ പ്രഷറിലും ഉള്ള സ്റ്റീമാണ്. ഓക്കെ, ഹൈ പ്രഷർ ആൻഡ് ഹൈ ടെമ്പറേച്ചർ. ഓക്കെ, ഹൈ പ്രഷർ ആൻഡ് ഹൈ ടെമ്പറേച്ചർ. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരിക. അതിലിനി കൂടുതൽ പറയേണ്ട ആവശ്യമില്ല, നമ്മൾ ഓൾറെഡി ഇത് ഡിസ്കസ് ചെയ്തതാണ് സ്റ്റീം പവർ പ്ലാന്റിൽ. നേരെ നെക്സ്റ്റ് പോവാം. ദി ഫംഗ്ഷൻ ഓഫ് കണ്ടൻസർ ഇൻ തെർമൽ പവർ പ്ലാന്റ് ഈസ്. ഓക്കെ, ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് ചോദിക്കുന്നത് കേട്ടോ. എന്തിനാ കണ്ടൻസർ യൂസ് ചെയ്യുക? യെസ്, ടർബൈനിൽ നിന്നും പുറത്തേക്ക് വരുന്ന വെള്ളം നമുക്ക് എന്ത് ചെയ്യണം? കണ്ടൻസ് ചെയ്തിട്ട് കൂളിംഗ് ടവർ വഴി തണുപ്പിച്ച് ഒന്നുകിൽ ഫീഡ് വാട്ടറായിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കത് ഈ ജലാശയങ്ങളിലേക്ക് കടത്തിവിടാം. ഓക്കെ, കണ്ടൻസ്ഡ് ദി സ്റ്റീം, യൂസ്ഡ് സ്റ്റീമിനെ വാട്ടറായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട്. പ്യൂരിഫൈ സ്റ്റീമാണോ? അല്ല, കണ്ടൻസ് വാട്ടർ. ഓക്കെ, കണ്ടൻസ് വാട്ടർ അല്ല, കണ്ടൻസ് സ്റ്റീമാണ് കറക്റ്റ് ആൻസർ. പ്യൂരിഫൈ വാട്ടർ അതൊന്നുമല്ല അല്ലേ. യെസ്, ഓപ്ഷൻ ബി ആണ് ആൻസർ. നെക്സ്റ്റ് പോവാം. ഡാഷ് ഈസ് നോട്ട് എ കോമ്പണൻറ്റ് ഇൻ എ തെർമൽ പവർ പ്ലാന്റ്. തെർമൽ പവർ പ്ലാന്റിലെ കോമ്പണൻ്റ് അല്ലാത്തത് ചിമ്മിനിയാണ്, ബോയിലറാണ്, എക്കണോമൈസറാണ്, റിയാക്ടർ അല്ല അല്ലേ. ഈ റിയാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ അവരുദ്ദേശിക്കുന്നുണ്ടാവുക നമ്മുടെ ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഇല്ലേ, ന്യൂക്ലിയർ പവർ പ്ലാന്റിലെ റിയാക്ടർ എന്നായിരിക്കും ഉദ്ദേശിക്കുന്നുണ്ടാവുക. നമുക്ക് നോക്കാം കേട്ടോ, നമുക്ക് വേണമെങ്കിൽ ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റിൻ്റെ വീഡിയോ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ വെച്ചിട്ട് നമുക്കൊരു ചെയ്ത് നോക്കാം. ഓക്കെ, നെക്സ്റ്റ്, നെയിം ദി ജനറേറ്റിംഗ് സ്റ്റേഷൻ വേർ ഇലക്ട്രിക്കൽ എനർജി ഈസ് ജനറേറ്റഡ് ത്രൂ സ്റ്റീം. സ്റ്റീം വഴി ഇലക്ട്രിക്കൽ എനർജി ജനറേറ്റ് ചെയ്യുന്ന പവർ പ്ലാന്റ് ഏതാണെന്ന് ചോദിച്ചത്. എന്തായാലും ഡീസൽ അല്ല, ഹൈഡ്രോയും അല്ല അല്ലേ, ന്യൂക്ലിയറോ തെർമലോ ആണ്. അപ്പം ഞാൻ പറഞ്ഞു ന്യൂക്ലിയർ പവർ പ്ലാന്റ് നമുക്ക് എന്ത് ചെയ്യാം? യെസ്, ഈ ന്യൂക്ലിയർ ഫിഷൻ വഴി പുറത്തേക്ക് വരുന്ന ഹൈ എനർജി നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? യെസ്, നമുക്ക് സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്തിട്ട് തന്നെ ഈ പറയുന്ന രീതിയിൽ ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റ് നമുക്ക് എനർജി ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അതാണ് അങ്ങനെ ചെയ്യുന്ന നിരവധി പവർ പ്ലാന്റുകളുണ്ട്. ഓക്കെ,
ദെൻ ഇവിടെ അവരുദ്ദേശിക്കുന്നത്, ഇവിടെ അവർ നിങ്ങളുടെ ആൻസറായിട്ട് ഉദ്ദേശിക്കുന്നത് ആക്ച്വലി തെർമൽ പവർ സ്റ്റേഷനാണ് അല്ലേ. തെർമൽ പവർ സ്റ്റേഷനും ന്യൂക്ലിയർ പവർ പ്ലാന്റും ഒരുമിച്ച് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, തെർമൽ പവർ പ്ലാന്റ് തന്നെ പിക്ക് ചെയ്യണം. ഓക്കെ, അതാണ് ഒരു അലിഖിതമായ നിയമം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ എന്താ സംഭവിക്കുന്നത്? യെസ്, നമ്മളൊരു ന്യൂക്ലിയർ ഫിഷൻ വഴി ഹൈ എനർജി ക്രിയേറ്റ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു അല്ലേ. യെസ്, എന്നിട്ട് അവിടെ ഒരു സ്റ്റീം ജനറേറ്റർ വഴി സ്റ്റീം തന്നെയാണ് ജനറേറ്റ് ചെയ്യുന്നത്. ആ സ്റ്റീം ടർബൈനിൽ കൂടി കടത്തിവിടുകയും ഓക്കെ, ബാക്കിയൊക്കെ നമ്മുടെ കണ്ടൻസറും അതേപോലെ ജനറേറ്ററും ഒക്കെ സെയിം സാധനം തന്നെയാണ്. അവിടെയും സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ന്യൂക്ലിയർ പവർ പ്ലാന്റ് റൺ ചെയ്യുന്നത്. പക്ഷേ ഇതാ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, ജനറേറ്റിംഗ് സ്റ്റേഷൻ വേർ ഇലക്ട്രിക്കൽ എനർജി ഈസ് ജനറേറ്റഡ് ത്രൂ സ്റ്റീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തെർമൽ പവർ പ്ലാന്റ് ആണ് അവർ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവണം കേട്ടോ. സോ തെർമൽ പവർ പ്ലാന്റും ന്യൂക്ലിയർ പവർ സ്റ്റേഷനും ഒക്കെ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം യെസ്, തെർമൽ പവർ പ്ലാന്റ് തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് ചൂസ് ചെയ്യുക. ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ അല്ല അവർ ഉദ്ദേശിക്കുന്നത്. ന്യൂക്ലിയർ പവർ പ്ലാന്റ് ആണെങ്കിൽ അവർ പറയുക യെസ്, ഇപ്പം ന്യൂക്ലിയർ ഫ്യൂവൽസ് യൂസ് ചെയ്തിട്ട് ആ രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നുണ്ടാവുക. സോ നെക്സ്റ്റ് പോയാലോ. യെസ്, ദി എയർ പ്രീ ഹീറ്റർ ഇൻ തെർമൽ പവർ പ്ലാന്റ് ഈസ് കോൾഡ്. ഓക്കെ, എയർ പ്രീ ഹീറ്റർ ഇൻ തെർമൽ പവർ പ്ലാന്റ് ഈസ് കോൾഡ്. എയർ പ്രീ ഹീറ്റർ എന്താണെന്നാണ് ചോദിക്കുന്നത്. സേഫ്റ്റി ഡിവൈസ് ആണോ? അല്ല. സേഫ്റ്റി ഡിവൈസ് ആണെങ്കിൽ എല്ലാ പവർ പ്ലാന്റിലും എയർ പ്രീ ഹീറ്റർ വേണമായിരുന്നു അല്ലേ. പക്ഷേ എയർ പ്രീ ഹീറ്റർ ഇല്ലെങ്കിലും ഒരു പവർ പ്ലാന്റ് റൺ ചെയ്യും. എഫിഷ്യൻസി ഇൻക്രീസിങ് എക്യുപ്മെൻറ്റ് കറക്റ്റാണ്. നമുക്ക് എന്ത് ചെയ്യാം? യെസ്, ഇൻലെറ്റിലേക്ക് എന്താ പറയുക, യെസ്, ഈ പവർ പ്ലാന്റിലേക്ക് പോകുന്ന എയർ എന്തായാലും അത് ഹീറ്റ് ചെയ്യപ്പെടും. ബോയിലറിലേക്ക് നമുക്ക് എയർ കൊടുക്കേണ്ടി വരും അല്ലേ. ഫ്യൂലും എയറും കൂടിയിട്ടാണ് കൊടുക്കേണ്ടത്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, അകത്തേക്ക് കൊടുക്കുന്ന എയർ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യും. സോ ദാറ്റ് വിൽ ട്രൈ ടു ഇംപ്രൂവ് ദി എഫിഷ്യൻസി ഓഫ് ദി പവർ പ്ലാന്റ് അല്ലേ. യെസ്, സോ അതൊരു എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാനുള്ള എക്യുപ്മെൻ്റ് ആണ്, അല്ലാതെ ഒരു നിർബന്ധമായിട്ടും ഉണ്ടാവേണ്ട ഒരു എക്യുപ്മെൻ്റ് ഒന്നുമല്ല. അതുകൊണ്ട് സേഫ്റ്റി ഡിവൈസോ സ്റ്റാർട്ടിംഗ് ഡിവൈസോ എസെൻഷ്യൽ ഡിവൈസോ ഒന്നും അല്ല എന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ഇറ്റ് ഈസ് എൻ എഫിഷ്യൻസി ഇൻക്രീസിങ് എക്യുപ്മെൻറ്റ്. നെക്സ്റ്റ് പോവാം. വാട്ട് ഈസ് ദി നെയിം ഓഫ് ദി പവർ ജനറേറ്റിംഗ് സ്റ്റേഷൻ വിച്ച് യൂസസ് കോൾ ആസ് എ ഫ്യൂവൽ. ഓക്കെ, കൽക്കരി ഫ്യൂവലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇത് ഏത് പവർ പ്ലാന്റിലാണെന്നാണ് ചോദിച്ചത്. അറ്റോമിക് പവർ സ്റ്റേഷനാണോ? അല്ല. തെർമൽ പവർ പ്ലാന്റ് ആണോ? അതെ, കറക്റ്റ് അല്ലേ. തെർമലാണ്. ഹൈഡ്രോയിലല്ല, ന്യൂക്ലിയറിലും അല്ല. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇങ്ങനെയൊക്കെയുള്ള കുറേയധികം ചെറിയ ചെറിയ ചോദ്യങ്ങൾ ചിലപ്പോൾ ചോദിക്കും. എന്ത് ചെയ്യരുത്? ഓക്കെ, എക്സാമിനേഷൻ ഹാളിൽ കാണുന്ന സമയത്ത് വെറുതെ സമയം കളയരുത്. കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. വേഗത്തിൽ തന്നെ പിക്ക് ചെയ്തിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ ജനറേറ്റിംഗ് സ്റ്റേഷൻ വിച്ച് കൺവേർട്ട് ഹീറ്റ് എനർജി ഓഫ് കോൾ കമ്പഷൻ ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി ഈസ് ക്ലാസിഫൈഡ് ആസ്. എന്താണ് ഒരു ജനറേറ്റിംഗ് സ്റ്റേഷൻ? അത് ഹീറ്റ് എനർജി ഓഫ് കോൾ അല്ലേ. ഒന്നുമില്ല, കോള് കത്തിക്കുന്നത് കൊണ്ട് ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. ഓക്കെ, അതെവിടെയാണ്? നമ്മുടെ തെർമൽ പവർ പ്ലാന്റ് ആണല്ലേ. യെസ്, ഹൈഡ്രോ ആണോ, ന്യൂക്ലിയർ ആണോ, സോളാർ ആണോ? അല്ല. ഓപ്ഷൻ ബി തന്നെയാണ് ആൻസർ ആയിട്ട് വരിക. ദെൻ ബേസ് ലോഡ് ഓഫ് എ പവർ സ്റ്റേഷൻ സ്റ്റാൻഡ് ഫോർ. ഓക്കെ, നമ്മളൊരു ലോഡ് കർവ് വരച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ലോഡ് കർവ് ഇങ്ങനെ ലോഡ് കർവ് ഉണ്ടെന്ന് വിചാരിച്ചു. ഓക്കെ, അതിലെ ബേസ് ലോഡ് എത്ര മണിക്കൂർ നേരത്തേക്ക് ലാസ്റ്റ് ചെയ്യും എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ നിങ്ങൾ പറഞ്ഞ ബേസ് ലോഡ് എന്ന് പറയുന്നത് എന്താ? എപ്പോഴും ഒരു സ്ഥിരമായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ലോഡാണല്ലേ. ഇപ്പം അതിൻ്റെ ഏറ്റവും ലോവർ പാർട്ടിൽ ഒരു ലോഡ് കർവ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ലോവർ പാർട്ടിലുള്ളതാണ് ബേസ് ലോഡ് അല്ലേ. ബേസ് ലോഡ്. പീക്ക് ലോഡ് വളരെ കുറച്ച് നേരത്തേക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സാധാരണയായിട്ട് അത് ചോദിക്കാറില്ല എത്ര മണിക്കൂർ. ചിലപ്പോൾ അത് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 4 to 8 hours നമുക്ക് കൊടുക്കാം. ഓക്കെ, പീക്ക് ലോഡ് 4 to 8 hours. അത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ലോഡ് വേരിയേഷനൊക്കെ അനുസരിച്ച് മാറും കേട്ടോ. നമുക്കത്ര ഫിക്സ് ചെയ്ത് പറയാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് ആ ഒരു ക്വസ്റ്റ്യൻ അവിടെ ഒരു പ്രസക്തി ഇല്ല. പക്ഷേ ബേസ് ലോഡ് എത്ര മണിക്കൂർ നേരത്തേക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ബേസ് ലോഡ് നമ്മൾ എപ്പോഴും കൊടുക്കേണ്ടതല്ലേ. 24 മണിക്കൂറും കൊടുക്കേണ്ടതാണ് ബേസ് ലോഡ് എന്ന് പറയുന്നത്. സോ 24 hours എന്നുള്ളതാണ് അതിൻ്റെ ബെസ്റ്റ് ആൻസർ കേട്ടോ. 24 hours എന്നുള്ളൊരു സിംഗിൾ ആൻസർ അവിടെ കൊടുത്തിട്ടുണ്ട്. അതാണ് അതിൻ്റെ ബെസ്റ്റ് ആൻസർ. കാരണം ബേസ് ലോഡ് നമ്മൾ എപ്പോഴും പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. സോ ഇവിടുത്തെ ഓപ്ഷൻ നോക്കുമ്പോൾ എന്താ, 12 to 24 hours per day എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാം. സോ ബേസ് ലോഡ് ഓഫ് എ പവർ സ്റ്റേഷൻ സ്റ്റാൻഡ് ഫോർ 12 to 24 hours per day. അപ്പോൾ ഓക്കെ അല്ലേ? യെസ്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് പവർ പ്ലാന്റ് എംപ്ലോയ്സ് ദി റാങ്കൈൻ സൈക്കിൾ കേട്ടോ. റാങ്കൈൻ സൈക്കിൾ ഏത് പവർ പ്ലാന്റിലാണ്? ന്യൂക്ലിയർ, സോളാർ, തെർമൽ, ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്. സോ തെർമൽ പവർ പ്ലാന്റ് ആണ് റാങ്കൈൻ സൈക്കിളിൽ വർക്ക് ചെയ്യുന്നതെന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, തെർമൽ പവർ പ്ലാന്റിൻ്റെ സൈക്കിൾ നമ്മൾ ഈ ഡീസൽ സൈക്കിൾ, ഓട്ടോ സൈക്കിൾ എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതേപോലൊരു സൈക്കിളാണ് റാങ്കൈൻ സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. യെസ്.
ആക്ച്വലി സ്റ്റീം ടർബൈൻ. ഓക്കെ, സ്റ്റീം ടർബൈൻ പ്രവർത്തിക്കുന്നത് റാങ്കൈൻ സൈക്കിൾ മൂലമാണ്. സ്റ്റീം ടർബൈൻസ് ആണ് നമ്മൾ സാധാരണയായിട്ട് തെർമൽ പവർ പ്ലാന്റുകളിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ റാങ്കൈൻ സൈക്കിൾ ഏത് പവർ പ്ലാന്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റീം പവർ പ്ലാന്റ് അല്ലെങ്കിൽ തെർമൽ പവർ പ്ലാന്റ് എന്നുള്ള ആൻസർ പിക്ക് ചെയ്യാം. സോ നേരെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോയാലോ. യെസ്, ദി പ്രൈം മൂവർ യൂസ്ഡ് ഇൻ തെർമൽ പവർ പ്ലാന്റ് ഈസ്, ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, സ്റ്റീം ടർബൈൻ. ഓക്കെ, സ്റ്റീം ടർബൈൻ ആണ് നമ്മൾ തെർമൽ പവർ പ്ലാന്റിൽ യൂസ് ചെയ്യുക. വിൻഡ് ടർബൈൻ അല്ല, PV സെൽ അല്ല. ദെൻ റിയാക്ഷൻ ടർബൈൻ, റിയാക്ഷൻ ആൻഡ് ഇമ്പൾസ് ടർബൈൻ എന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നല്ലത് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സ്റ്റീം പവർ പ്ലാന്റ് എന്ന് പറയുമ്പോൾ സ്റ്റീം ടർബൈൻ തന്നെയാണ് കേട്ടോ. അതുകൊണ്ടാണ് അവിടെ റാങ്കൈൻ സൈക്കിളൊക്കെ നമ്മൾ പറയുന്നത്. റാങ്കൈൻ സൈക്കിളും കൂടി ഓർത്ത് വെക്കുക, നമ്മൾ കുറച്ച് മുമ്പ് ചെയ്തു അല്ലേ. യെസ്, സോ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, സ്റ്റീം ടർബൈൻ ആണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് വൺ, ഇൻ എ സ്റ്റീം പവർ പ്ലാന്റ് ദി കണ്ടൻസേറ്റ് ഫ്രം ദി കണ്ടൻസർ ഈസ് യൂസ്ഡ്. ഓക്കെ, കണ്ടൻസറിൽ നിന്നും പുറത്തേക്ക് വരുന്ന കണ്ടൻസേറ്റ്, ആ ഒരു ദ്രാവകം, ആ ഒരു എന്താ പറയുക, പുറത്തേക്ക് വരുന്ന പദാർത്ഥം നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ പർപ്പസ്? ടു കൂൾ ദി ജനറേറ്റർ. ജനറേറ്ററിനെ കൂൾ ചെയ്തൊന്നും ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ദി ഫീഡ് വാട്ടർ ടു ദി ബോയിലർ. അല്ലേ, നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം, ബോയിലറിലേക്ക് ഫീഡ് വാട്ടറായിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, ടർബൈനെ കൂൾ ചെയ്യുകയോ ബോയിലറിനെ കൂൾ ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും ഞാൻ പരാമർശിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല. സോ നെക്സ്റ്റ് വൺ, എ സ്റ്റീം പവർ സ്റ്റേഷൻ ഹാസ് തെർമൽ എഫിഷ്യൻസി ഓഫ് 30%, ഇലക്ട്രിക്കൽ എഫിഷ്യൻസി ഓഫ് 90%. വാട്ട് ഈസ് ദി ഓവറോൾ എഫിഷ്യൻസി? സോ ഓവറോൾ എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. യെസ്, തെർമൽ എഫിഷ്യൻസി ഇൻറ്റു ഇലക്ട്രിക്കൽ എഫിഷ്യൻസി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓവറോൾ എഫിഷ്യൻസി കിട്ടും. സോ 30% പറയുമ്പോൾ 30/100 ഇൻറ്റു 90%, 90/100 അല്ലേ. 0 കട്ടായി, 0 കട്ടായി, 3 27, 27/100, ദാറ്റ് ഈസ് 27% അല്ലേ. 27% ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് വരിക. ഓക്കെ അല്ലേ. യെസ്, സിമ്പിളായിട്ടുള്ള ചില പ്രോബ്ലംസ് ഒക്കെ ചോദിക്കാം കേട്ടോ, ഇങ്ങനെയൊക്കെ ചിലപ്പോൾ ചോദിച്ചേക്കാം, അപ്പോൾ ചെയ്യണം. നെക്സ്റ്റ്, ടർബൈൻ എഫിഷ്യൻസി ഓഫ് എ സ്റ്റീം തെർമൽ പവർ പ്ലാന്റ് വാരീസ് ഫ്രം. നമ്മൾ തെർമൽ പവർ പ്ലാന്റിൻ്റെ ഓവറോൾ എഫിഷ്യൻസി 29% എന്നൊക്കെ പഠിച്ചില്ലേ അല്ലേ. സോ ആ ഒരു റേഞ്ചിൽ തന്നെയാണ് കേട്ടോ ഒരു ടർബൈൻ എഫിഷ്യൻസി വരിക. സോ നമ്മൾ പറയുന്നത് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിലെ ആൻസർ എന്ന് പറയുന്നത് 25 to 35% ആണ്. അതൊന്ന് ഓർത്ത് വെക്കണേ. നിങ്ങൾ കറക്റ്റായിട്ട് ഗസ് ചെയ്തിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. അഥവാ ഇത് തെറ്റിയിട്ടുണ്ടെങ്കിലും എന്ത് ചെയ്യുക, കുഴപ്പമില്ല, പഠിച്ചു വെക്കുക. നെക്സ്റ്റ് വൺ, കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു തെർമൽ പവർ പ്ലാന്റ്. സ്റ്റേറ്റ് വെദർ ദീസ് സ്റ്റേറ്റ്മെൻറ്റ് ആർ ട്രൂ ഓർ ഫോൾസ്. ഓക്കെ, ഇത് ശരിയാണോ തെറ്റാണോ എന്നാണ് പറയേണ്ടത്. തെർമൽ പവർ പ്ലാന്റിനെ സംബന്ധിച്ചിടത്തോളം പറയുന്ന കാര്യങ്ങളാണ്. ദ പൊല്യൂട്ട് ദി അറ്റ്മോസ്ഫിയർ ഡ്യൂ ടു പ്രൊഡക്ഷൻ ഓഫ് ലാർജ് എമൗണ്ട് ഓഫ് സ്മോക്ക് ആൻഡ് ഫ്യൂം. കറക്റ്റാണ് അല്ലേ. തെർമൽ പവർ പ്ലാന്റ് പൊല്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. ദേ ആർ കോസ്റ്റ്ലിയർ ഇൻ റണ്ണിങ് കോസ്റ്റ് ആസ് കമ്പയർ ടു ഹൈഡ്രോ ഇലക്ട്രിക് പ്ലാന്റ്. കറക്റ്റാണ്. റണ്ണിങ് കോസ്റ്റ് നോക്കുന്ന സമയത്ത് അല്ലേ, റണ്ണിങ് കോസ്റ്റ് നോക്കുന്ന സമയത്ത് തെർമൽ പവർ പ്ലാന്റ് കോസ്റ്റ്ലിയർ ആണ്. എന്തുകൊണ്ടാണ്? അവിടെ ഫ്യൂവൽ കോസ്റ്റ് വരുന്നുണ്ട്. നമ്മളവിടെ കോളോ അല്ലേ കൽക്കരിയൊക്കെ നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അവിടെ റണ്ണിങ് കോസ്റ്റ് ഉണ്ട്. ഹൈഡ്രോൻ്റെ കേസിലോ അവിടെ റണ്ണിങ് കോസ്റ്റ് വളരെ കുറവാണ്, ഐഡിയലി 0 ആണ് അല്ലേ. യെസ്, സോ അതും കറക്റ്റാണ്. ദ റിക്വയർ എ ലാർജ് സ്പേസ് ആസ് കമ്പയർഡ് ടു ഹൈഡ്രോ ഇലക്ട്രിക് പ്ലാന്റ് സ്റ്റേഷൻ ഫോർ സെയിം കപ്പാസിറ്റി ഓഫ് ജനറേഷൻ. അത് തെറ്റാണ്. നിങ്ങൾ നോക്കിയേ, ഹൈഡ്രോ ഇലക്ട്രിക് പ്ലാന്റിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ സ്ഥലം ആർക്ക് വേണം എന്നാണ് പറയുന്നത്? തെർമലിന് വേണമെന്നാണ് പറയുന്നത്. പക്ഷേ അങ്ങനെയല്ല. തെർമലിനെ സംബന്ധിച്ചിടത്തോളം ഹൈഡ്രോനാണ് സെയിം കപ്പാസിറ്റി ഓഫ് ജനറേഷന് കൂടുതൽ സ്ഥലം വേണ്ടത്. എന്തുകൊണ്ടായിരിക്കും? യെസ്, അവിടെ നമ്മൾ ഡാം, റിസർവോയർ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കണം. സോ ഫസ്റ്റ് ട്രൂ, സെക്കൻഡ് ട്രൂ, തേർഡ് ഫോൾസ് അല്ലേ. ഫസ്റ്റ് ട്രൂ, സെക്കൻഡ് ട്രൂ, തേർഡ് ഫോൾസ്. അപ്പം ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ. നെക്സ്റ്റ് വൺ, ഇൻ എ സ്റ്റീം പവർ പ്ലാന്റ് ദി ഫംഗ്ഷൻ ഓഫ് ഡാഷ് ഈസ് ടു യൂട്ടിലൈസ് ദി വേസ്റ്റ് ഹീറ്റ് ഓഫ് ദി ഫ്ലൂ ഗ്യാസസ് ഫോർ ഹീറ്റിംഗ് ദി ഫീഡ് വാട്ടർ അല്ലേ. ഇതാണ് സ്റ്റീം പവർ പ്ലാന്റിൽ ഫംഗ്ഷൻ ഓഫ് ഡാഷ് ഈസ് ടു യൂട്ടിലൈസ് ദി വേസ്റ്റ് ഹീറ്റ് ഓഫ് ഫ്ലൂ ഗ്യാസസ് ഫോർ ഹീറ്റിംഗ് ഫീഡ് വാട്ടർ. ഒന്നുമില്ല, ഫീഡ് വാട്ടറിനെ ഹീറ്റ് ചെയ്യുന്നത് ആരാണെന്നാണ് ചോദിച്ചത് അല്ലേ. ഫീഡ് വാട്ടറിനെ ഹീറ്റ് ചെയ്യുന്നത് ആരാ? അത് നമ്മുടെ എക്കണോമൈസർ അല്ലേ. ഓക്കെ, എക്കണോമൈസറാണ്. ഓക്കെ, എക്കണോമൈസറാണ് നമ്മുടെ ഫീഡ് വാട്ടറിനെ ഹീറ്റ് ചെയ്യുന്നത്. ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അത് യൂട്ടിലൈസ് ചെയ്യുന്നത് ആരുടെ ഹീറ്റാണ്? ഫ്ലൂ ഗ്യാസിൻ്റെ ഹീറ്റാണ്. കണ്ടൻസറാണോ? അല്ല. ബോയിലറാണോ? അല്ല. സൂപ്പർ ഹീറ്റർ ആരെയെ ഹീറ്റ് ചെയ്യുക? സൂപ്പർ ഹീറ്റർ നമ്മുടെ സ്റ്റീമിനെയാണ് ഹീറ്റ് ചെയ്യുക അല്ലേ. സ്റ്റീമിനെ ഹീറ്റ് ചെയ്യുന്ന ആളാണ് സൂപ്പർ ഹീറ്റർ. അപ്പോൾ ഓക്കെ അല്ലേ. യെസ്, നെക്സ്റ്റ് വൺ, ഇൻ എ തെർമൽ പവർ പ്ലാന്റ് എ കണ്ടൻസർ ഈസ്
ഇൻസ്റ്റാൾ ടു കണ്ടൻസ് എക്സോസ്റ്റ് സ്റ്റീം കമ്മിങ് ഔട്ട് ഓഫ്. കണ്ടൻസറിനെ എവിടെയാണ് വെച്ചതെന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. കണ്ടൻസർ എവിടെയുള്ളത്? ടർബൈൻ്റെ ഔട്ട്ലെറ്റിലല്ലേ അല്ലേ? യെസ്. എവിടെ നിന്നും വരുന്ന സ്റ്റീമിനെ കണ്ടൻസ് ചെയ്യാനാണ്? ടു കണ്ടൻസ് ദി എക്സോസ്റ്റ് സ്റ്റീം കമ്മിങ് ഔട്ട് ഓഫ് ടർബൈൻ. ഓക്കെ, കമ്മിങ് ഔട്ട് ഓഫ് ടർബൈൻ. ടർബൈനിൽ നിന്നും പുറത്തേക്ക് വരുന്ന സ്റ്റീമിനെ കണ്ടൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ? യെസ്, സ്റ്റീമിനെ കണ്ടൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഓപ്ഷൻ എ ആണ്. എക്കണോമൈസറിൽ നിന്നാണോ? എക്കണോമൈസറിൽ നിന്നല്ല അല്ലേ? എക്കണോമൈസറിൽ നിന്നുള്ള വെള്ളമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? യെസ്, നമ്മുടെ ബോയിലറിലേക്ക് കൊടുക്കുന്നത്. സൂപ്പർ ഹീറ്ററാണോ? സൂപ്പർ ഹീറ്റർ അല്ല. സൂപ്പർ ഹീറ്ററിലെ സാധനം നേരെ ടർബൈനിൽ പോകും, എന്നിട്ടാണ് പുറത്തേക്ക് വരിക. ബോയിലറാണോ? ബോയിലറും അല്ല. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. അല്ലെ, നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ ടർബൈൻ ഔട്ട്ലെറ്റിലാണ് നമ്മുടെ കണ്ടൻസർ വെക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ ഇൻ എ തെർമൽ പവർ പ്ലാന്റ് എ കണ്ടൻസർ ഈസ് ഇൻസ്റ്റാൾ ടു കണ്ടൻസ് എക്സോസ്റ്റ് സ്റ്റീം കമ്മിങ് ഔട്ട് ഓഫ് ടർബൈൻ. അത്രയുള്ള കാര്യം. ചില ക്വസ്റ്റ്യൻസ് ഒക്കെ വായിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? നിങ്ങളുടെ സ്പീഡ് നിങ്ങൾ സെറ്റ് ചെയ്യണം കേട്ടോ. യെസ്, നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യൻ വായിക്കുന്നതിനും നിങ്ങൾക്കൊരു സ്പീഡ് ഉണ്ടായിരിക്കണം. കാരണം രണ്ടാമതോ മൂന്നാമതോ ക്വസ്റ്റ്യൻ വായിക്കുക എന്ന് പറയുന്നത് ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഭൂഷണമായിട്ടുള്ള കാര്യമല്ല. ഓക്കെ, എന്താണ് ഭൂഷണമായിട്ടുള്ള കാര്യമല്ല എന്ന് പറയുമ്പോൾ? യെസ്, വീണ്ടും വായിക്കുക. അപ്പോൾ നിങ്ങളുടെ സമയമാണ് പോകുന്നത്. സോ നിങ്ങളുടെ സ്പീഡ് നിങ്ങൾ സെറ്റ് ചെയ്യുക. ഫസ്റ്റ് വായനയിൽ തന്നെ ആൻസർ കിട്ടുമെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യം. നെക്സ്റ്റ് പോയാലോ? എ ഫ്രാൻസിസ് ടർബൈൻ ഈസ് യൂസ്ഡ് ഫോർ. ഫ്രാൻസിസ് ടർബൈൻ എവിടെയാണ് യൂസ് ചെയ്യുക? മീഡിയം ഹെഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? സോ ഇവിടെ ലോ ടു മീഡിയം ഹെഡ്, ഹൈ ടു മീഡിയം ഹെഡ്, ഹൈ ഹെഡ്, ലോ ടു ലോ ഹെഡ്. ഓക്കെ, അപ്പം നമുക്കറിയാം ഫ്രാൻസിസ് ടർബൈൻ യൂസ് ചെയ്യുന്നത് മീഡിയം ഹെഡിനാണ് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ഇവിടെ എയും ബിയും നിങ്ങൾക്ക് ഡൗട്ട് വരാം. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് പിക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ബെസ്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ലോ ടു മീഡിയം ഹെഡ് കേട്ടോ. അതായത് നമ്മൾ സാധാരണ ലോ ഹെഡിനും മീഡിയം ഹെഡിനും ഒക്കെ നമ്മൾ ഫ്രാൻസിസ് ടർബൈൻ യൂസ് ചെയ്യും. ഇനി ഹൈ ഹെഡിന് യൂസ് ചെയ്യുമോ? ഇല്ല. ഹൈ ഹെഡ് എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും അവിടെ യെസ് പെൽട്ടൺ തന്നെ യൂസ് ചെയ്തിരിക്കണം. സോ നമുക്ക് ലോ ആയിട്ട് വരുന്ന ആപ്ലിക്കേഷൻസിലും ഫ്രാൻസിസ് ടർബൈൻ യൂസ് ചെയ്യാമെന്ന് ഓർത്തിരിക്കുക. ലോ ടു മീഡിയം ഹെഡിലാണ് അതിൻ്റെ ഓപ്പറേഷൻ എന്ന് വിചാരിക്കുക, മനസ്സിലാക്കുക. അല്ലാതെ ഒരിക്കലും ഹൈ ടു മീഡിയം അല്ല. ഓക്കെ, മീഡിയം എന്നുള്ളതാണ് നമ്മുടെ ആക്ച്വൽ ആൻസർ. മിക്കവാറും കേസസിൽ മീഡിയം ഹെഡ്, ലോ ഹെഡ്, ഹൈ ഹെഡ് അങ്ങനെയാണ് തരാറുള്ളൂ. സപ്പോസ് ഇങ്ങനെ തന്നു കഴിഞ്ഞാലും നിങ്ങൾ പിക്ക് ചെയ്യേണ്ട ആൻസർ ഏതാണ്? ലോ ടു മീഡിയം ഹെഡ് ആണെന്ന് ഓർത്ത് വെക്കുക. SSC JEയിൽ ചോദിച്ചിട്ടുണ്ട്, RRB JEയിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെയുള്ള ആൻസർ കീയിലെ ആൻസർ എന്ന് പറയുന്നത് ലോ ടു മീഡിയം ഹെഡ് ആണെന്ന് ഓർത്ത് വെക്കുക കേട്ടോ. യെസ്, നെക്സ്റ്റ് പോവാം. P = QHG ഈസ് ദി വാട്ടർ പവർ ഇക്വേഷൻ. ഓക്കെ, ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിലെ വാട്ടർ പവറിൻ്റെ പവർ ഔട്ട്പുട്ടിൻ്റെ ഇക്വേഷനാണ് P = QHG. ദെൻ H ഈസ് മെഷേർഡ് ഇൻ മീറ്റർ. G ഗ്രാവിറ്റി കോൺസ്റ്റന്റ് ഈസ് മെഷേർഡ് ഇൻ മീറ്റർ സെക്കൻഡ് സീക്വൻസ്. മീറ്റർ സെക്കൻഡ് സീക്വൻസ് പറഞ്ഞാൽ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് കേട്ടോ. അതായത് മീറ്റർ ഉണ്ട്, സെക്കൻഡ് ഉണ്ട്, അതാണ് അതിൻ്റെ സീക്വൻസ് എന്നാണ്. മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ഇതിൻ്റെ ആക്ച്വൽ യൂണിറ്റ് പറയുന്നത്. ദെൻ Q ഫ്ലോ റേറ്റ് ഏതിലാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് എഴുതി വെച്ചോളൂ. P = QHG. ദെൻ ഇവിടെ ഒരു റോ കൂടിയുണ്ട് കേട്ടോ. റോ ഡെൻസിറ്റി ആണെന്ന് ഓർത്ത് വെക്കുക. സോ Q ഡിസ്ചാർജ് നമ്മൾ സാധാരണയായിട്ട് പറയുക മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. ഓക്കെ, ഡിസ്ചാർജ് മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. ഹെഡ് നമ്മൾ പറയുന്നുണ്ടാവുക മീറ്ററിലാണ് കേട്ടോ. ഹെഡ് പറയുന്നുണ്ടാവുക മീറ്ററിലാണ്. ദെൻ ഇനി ഇതാണല്ലേ യെസ് റോ ഡെൻസിറ്റി. ഓക്കെ, റോ ഡെൻസിറ്റിയാണ്, അത് നമ്മൾ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബിൽ നമ്മൾ പറയും. ഇനി ജി മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അല്ലേ? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സോ ഇതാണ് വരിക. സോ ഇതിൻ്റെ ആൻസർ എന്താ? ക്യൂബിക് മീറ്റർ പെർ സെക്കൻഡ്. കണ്ടോ, ക്യൂബിക് മീറ്റർ പെർ സെക്കൻഡ് എന്താ? അത് തന്നെയാണ് മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് അല്ലേ? യെസ്. സോ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. പുതിയൊരു ഇക്വേഷൻ പഠിച്ചല്ലോ, അതുകൂടി ഒന്ന് എഴുതി വെക്കണേ. നെക്സ്റ്റ്, ഡാഷ് ഈസ് എ ട്യൂബ് ദാറ്റ് ബ്രിങ്സ് വാട്ടർ ടു ടർബൈൻ. ടർബൈനിലേക്ക് വെള്ളം കൊണ്ടുവരുന്ന ട്യൂബിന് പറയുന്ന വേറെന്താണ് അല്ലേ? പെൻ സ്റ്റോക്ക്. ഓക്കെ, അത്രയുള്ള കാര്യം. ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോട്ട് എഴുതിയതാണ്. ഇതാദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ പോയിട്ട് പഴയ വീഡിയോ കണ്ടു നോക്കുക. നെക്സ്റ്റ്, ഓൾട്ടർനേറ്റർ യൂസ്ഡ് ഇൻ ഹൈഡൽ പവർ സ്റ്റേഷൻ ഹാസ് മോർ നമ്പർ ഓഫ് പോൾസ് ഇൻ ഇറ്റ് ദാൻ ദാറ്റ് യൂസ്ഡ് ഇൻ തെർമൽ പവർ സ്റ്റേഷൻ ബിക്കോസ്. ഓക്കെ, ഇപ്പോൾ ഹൈഡ്രോയിലാണെങ്കിൽ ഇപ്പം ഹൈഡ്രോയും സ്റ്റീം കൊടുത്തു വിചാരിച്ചു കേട്ടോ. സോ ആൾട്ടർനേറ്റീവ്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇവിടെ നമ്പർ ഓഫ് പോൾസ് 2ഉം 4ഉം ആയിരിക്കും. ഇവിടെ നമ്പർ ഓഫ് പോൾസ് സാധാരണ 8, 16
ആ ഒരു രീതിയിലോ അല്ലെങ്കിൽ അതിൽ കൂടുതലൊക്കെയാണ് സാധാരണയായിട്ട് ഉണ്ടാവുക. ഓക്കെ, അതെന്തുകൊണ്ടാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കുക, ഹൈഡ്രോ സാധാരണ ഒരു റൺ ചെയ്യുന്നുണ്ടാവുക 375 RPM അല്ലെങ്കിൽ 500 RPM അങ്ങനെയുള്ള ലോവർ RPMലാണ് റൺ ചെയ്യുന്നുണ്ടാവുക. സ്റ്റീം ആണെങ്കിൽ ഒരു ഹൈ RPM, ഓക്കെ, ഒരു 3000 RPMലൊക്കെയാണ് സാധാരണയായിട്ട് റൺ ചെയ്യുക. അത് നമ്പർ ഓഫ് പോൾസിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും അല്ലേ. സോ എന്തുകൊണ്ടായിരിക്കും ആൾട്ടർനേറ്റർ യൂസ്ഡ് ഇൻ ഹൈഡൽ പവർ സ്റ്റേഷൻ ഹാസ് മോർ നമ്പർ ഓഫ് പോൾസ്? എന്തുകൊണ്ടായിരിക്കും? യെസ്, ബിക്കോസ് ആൾട്ടർനേറ്ററിൻ്റെ സ്പീഡ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് NS = 120F/P എന്നുള്ളൊരു ഇക്വേഷൻ ഇല്ലേ അല്ലേ. സോ പോൾസ് കൂടുന്ന സമയത്ത് സ്പീഡ് കുറയും. അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം എന്ന് പറയുന്നത്. സ്പീഡ് ഓഫ് പ്രൈം മൂവർ ഈസ് ലെസ്. ഓക്കെ, യെസ്, നമ്മുടെ ജനറേറ്റർ സ്പീഡ് ആക്ച്വലി കുറവാണ്. അതെന്തുകൊണ്ടായിരിക്കും? പ്രൈം മൂവറിൻ്റെ സ്പീഡും ആക്ച്വലി കുറവാണ് അല്ലേ. ഈ പറയുന്ന ജനറേറ്ററിനെ കപ്പിൾ ചെയ്യുന്ന പ്രൈം മൂവറിൻ്റെ സ്പീഡും ലെസ്സാണ് അല്ലേ. നമ്മൾ വാട്ടർ കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന സ്പീഡ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. പക്ഷേ സ്റ്റീമിനെ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഹൈ സ്പീഡ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അത് ഓർത്ത് വെക്കുക. ഈ രണ്ട് മെഷീൻസ് നമ്മൾ കപ്പിൾ ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞല്ലേ. സോ ഇവൻ്റെ പ്രൈം മൂവറിൻ്റെ സ്പീഡേ ലെസ്സാണ് അല്ലേ. വാട്ടറിൻ്റെ കേസിൽ, ഹൈഡ്രോൻ്റെ കേസിൽ ഈ ടർബൈൻ തന്നെ റൊട്ടേറ്റ് ചെയ്യുന്നത് വളരെ സ്ലോ റേറ്റിലായിരിക്കും. കാരണം എന്താ? ഹൈഡ്രോ കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന സ്പീഡ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ജനറേറ്ററിൻ്റെ സ്പീഡും കുറവായിരിക്കും. അതുകൊണ്ടാണ് നമ്പർ ഓഫ് പോൾസ് വളരെ കൂടുതലായിട്ടുള്ളത്. ബാക്കിയുള്ള ഓപ്ഷൻസ് ഒക്കെ ഒന്ന് വായിച്ച് നോക്കുക. അതൊന്നും അല്ല കേട്ടോ. സ്പീഡ് ഓഫ് ദി പ്രൈം മൂവർ മേ ബി ചേഞ്ച്ഡ് വെൻ എവർ റിക്വയർഡ് അല്ല, അങ്ങനെ മാറ്റാൻ പറ്റില്ല. ഓക്കെ, നമുക്ക് ഗവേൺ ചെയ്യാനൊക്കെ പറ്റും. പക്ഷേ അതൊന്നും അല്ല ഇതിൻ്റെ റീസൺ എന്ന് പറയുന്നത്. പവർ ജനറേറ്റഡ് ബൈ ദി ആൾട്ടർനേറ്റർ മേ ബി ചേഞ്ച്ഡ് അക്കോർഡിംഗ് ടു ഡിമാൻഡ്. ഓക്കെ, ഇതൊക്കെ ചുമ്മാ ബുൾഷിറ്റാണ്. ഓക്കെ, പവർ ജനറേറ്റഡ് ബൈ ദിസ് ആൾട്ടർനേറ്റർ ഈസ് ലെസ്. ഓക്കെ, അങ്ങനെ പ്രത്യേകിച്ച് പവർ കുറവാണോ കൂടുതലാണോ അങ്ങനെ ഒരു ഇതൊന്നുമില്ല. പവർ ഏതിനെ ഡിപ്പെൻഡ് ചെയ്യും? അതിൻ്റെ ഡിസ്ചാർജിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. പക്ഷേ ഈ നമ്പർ ഓഫ് പോൾസിൻ്റെ കാര്യം വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ സ്പീഡ് ഓഫ് പ്രൈം മൂവർ കുറവായതുകൊണ്ടാണെന്ന് ഓർത്ത് വെക്കുക. നെക്സ്റ്റ്, വാട്ടർ ഹാമർ എഫക്റ്റ് ഈസ് എക്സ്പെക്റ്റഡ് ഇൻ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ ഞാനത് കൃത്യമായിട്ട് ആ ഒരു പോയിന്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. വാട്ടർ ഹാമറിങ് എഫക്റ്റ് എവിടെയാണ് സംഭവിക്കുന്നത്? അത് പെൻസ്റ്റോക്കിലാണ് കേട്ടോ. പെൻസ്റ്റോക്കിലാണ്. ടർബൈൻ കേസിങ്ങിലാണോ? അല്ല. ടർബൈൻ കേസിങ് എവിടെയാണ് വരുന്നത്? യെസ്, നമ്മൾ പെൻസ്റ്റോക്കിൽ കൂടി വെള്ളം കൊണ്ടുവന്നു അല്ലേ. വെള്ളം കൊണ്ടുവന്നിട്ട് അത് പതുക്കെ എന്ത് ചെയ്യുന്നു? യെസ്, ഒരു പോയിൻറ്റിംഗ് ആയിട്ട് വരും. എന്നിട്ട് നമ്മുടെ ടർബൈനിലേക്ക് ആ വെള്ളം പോകുന്നുണ്ട്. യെസ്, എന്നിട്ട് പെട്ടെന്ന് നമ്മൾ ഈ ഗവർണറിൻ്റെ ഇൻലെറ്റൊക്കെ, ഇപ്പം ടർബൈൻ ഇൻലെറ്റൊക്കെ നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ടർ ഹാമറിങ് എഫക്റ്റ് ഉണ്ടാകുന്നത് നമ്മുടെ ടർബൈനിലല്ല, എൻ്റെ ഈ പെൻസ്റ്റോക്കിലാണ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ടർബൈൻ കേസിങ്ങിലൊന്നും ഒരു ഇഷ്യൂവും വരുന്നില്ല. സർജ് ടാങ്കിലാണോ? സർജ് ടാങ്ക് എന്ന് പറയുന്നത് വാട്ടർ ഹാമറിങ് എഫക്റ്റ് കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെക്കുന്ന സാധനമാണ് അല്ലേ. സോ അത് വെച്ച് കൺഫ്യൂഷൻ അടിക്കരുത്. ഓക്കെ, സർജ് ടാങ്കിനെ ഞാൻ വാട്ടർ ഹാമറിങ് എഫക്റ്റുമായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണോ? കൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കാം. നമ്മുടെ പെൻസ്റ്റോക്കിനകത്തെ വാട്ടർ ഹാമറിങ് എഫക്റ്റ് ഇല്ലാതാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ആരാണ്? അത് സർജ് ടാങ്കാണ്. ഓക്കെ, ഡ്രാഫ്റ്റ് ട്യൂബാണോ? അല്ല. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. വാട്ട് ഈസ് ദി ഫങ്ഷൻ ഓഫ് ടർബൈൻ ഇൻ എ ഹൈഡ്രോ പവർ? തെറ്റരുത്, കറക്റ്റ് ആൻസർ പിടിച്ചോ. പ്രൊഡ്യൂസ് ഇലക്ട്രിക്കൽ പവർ ആണോ? ഇലക്ട്രിക്കൽ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ടർബൈൻ ആണോ? അല്ല, അത് ജനറേറ്റർ ആണല്ലേ. അത് ജനറേറ്ററാണ്. ടർബൈൻ്റെ പരിപാടി എന്താ? മെക്കാനിക്കൽ പവർ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ടർബൈൻ്റെ പരിപാടി അല്ലേ. യെസ്, നമ്മൾ വാട്ടർ കൊടുക്കുന്ന സമയത്ത്, ടർബൈൻ ബ്ലേഡുകളിലേക്ക് പതിക്കുന്ന സമയത്ത് ഈ ടർബൈൻ റൊട്ടേറ്റ് ചെയ്യും അല്ലേ. ടർബൈൻ റൊട്ടേറ്റ് ചെയ്യും. സോ ഒരു മെക്കാനിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുക, മെക്കാനിക്കൽ പവർ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ടർബൈൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. പ്രൊഡ്യൂസ് ഹീറ്റ് പവർ ആണോ? അല്ല. പ്രൊഡ്യൂസ് ഹൈഡ്രോ പവർ. ഓക്കെ, അങ്ങനെയൊക്കെ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ഒന്ന് കുടുങ്ങിപ്പോവും. പക്ഷേ മനസ്സിലാക്കുക, മെക്കാനിക്കൽ പവർ പ്രൊഡ്യൂസ് ചെയ്യുക അല്ലേ. മെക്കാനിക്കൽ പവർ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ടർബൈൻ്റെ ധർമ്മം. വിച്ച് ഓഫ് ദി ഫോളോയിങ് വാട്ടർ ടർബൈൻ ഈസ് നോട്ട് എ റിയാക്ഷൻ ടർബൈൻ? നമ്മൾ പെൽട്ടൺ അല്ലേ, പെൽട്ടൺ, ഫ്രാൻസിസ്, കപ്ലാൻ, ദെൻ പ്രൊപ്പല്ലർ അല്ലേ. ഇത്രയും ടർബൈൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പെൽട്ടൺ എന്താ? ഇമ്പൾസ് ആണ്. ഇമ്പൾസ് അല്ലേ, ഹൈ ഹെഡിന് യൂസ് ചെയ്യുന്നത്. ഫ്രാൻസിസും കപ്ലാനും പ്രൊപ്പല്ലറൊക്കെ എന്താണ്? യെസ്, റിയാക്ഷൻ ടർബൈൻസ് ആണ് അല്ലേ. റിയാക്ഷൻ ടർബൈൻസ് ആണ്. ഫ്രാൻസിസ് യൂസ് ചെയ്യുക മീഡിയം ഹെഡാണ്. കപ്ലാനോ ലോ ഹെഡ്. മീഡിയം ഹെഡ്, ലോ ഹെഡ്. ഇനി ഇത് ഹൈ ഹെഡാണ്, ദെൻ ലോ ഡിസ്ചാർജ് ആണ്. ഓക്കെ, ലോ ഡിസ്ചാർജ് ആണ്. ദെൻ കപ്ലാൻ്റെ കേസിലോ ഹൈ ഡിസ്ചാർജ് അല്ലേ. ഇതോ മീഡിയം ഡിസ്ചാർജ്. ഇനി പ്രൊപ്പല്ലർ എന്താ? പ്രൊപ്പല്ലർ എന്ന് പറയുന്നത് എന്താ? ഒരു ടൈപ്പ് ഓഫ് റിയാക്ഷൻ ടർബൈൻ തന്നെയാണ്. കപ്ലാൻ ടർബൈൻ്റെ വേറൊരു വകഭേദമാണ് അല്ലേ. യെസ്,
അതുകൂടി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൂടി ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഇതിലെന്താ വെച്ചാൽ എന്താ താഴെ പറയുന്ന റിയാക്ഷൻ ടർബൈൻ അല്ലാത്തത് എന്നല്ലേ ഒരു നോട്ടാണല്ലേ. സോ പെൽട്ടൺ ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ നെക്സ്റ്റ് പോവാം. ലോ ഹെഡ് പ്ലാന്റ് ജനറലി യൂസ്. ലോ ഹെഡ് പ്ലാന്റുകൾ യൂസ് ചെയ്യുന്നത് എന്താ? ഞാനിപ്പോൾ പറഞ്ഞു വെച്ചേ ഉള്ളൂ. എന്താണ്? കപ്ലാൻ ടർബൈൻ അല്ലേ. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കപ്ലാൻ ടർബൈൻസ് ആണ് യൂസ് ചെയ്യുക കേട്ടോ. ഇപ്പോൾ സ്ക്രൂ ടർബൈൻ ഒക്കെ, സ്ക്രൂ ടർബൈൻ അല്ലെങ്കിൽ എന്താണ് പ്രൊപ്പല്ലർ ടർബൈൻ, അതൊക്കെ യൂസ് ചെയ്യുന്നത് വളരെ ചെറിയ പവർ പ്ലാന്റുകളാണെന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഇതിലും ചെറുതാണെങ്കിലാണ് നമ്മൾ സ്ക്രൂ ടർബൈൻ ഒക്കെ യൂസ് ചെയ്യുക. ഓപ്ഷൻ സി. ബോത്ത് എ ആൻഡ് ബി വരുമോ? ഇല്ല, എ ആൻഡ് ബി ഒരിക്കലും വരില്ല. സപ്പോസ് ബി ആൻഡ് സി ഒക്കെ തന്നു കഴിഞ്ഞാൽ നമ്മളൊന്ന് കുടുങ്ങി പോകുമായിരുന്നു. എന്നാലും നമ്മൾ എന്ത് ചെയ്യണം? പിക്ക് ചെയ്യേണ്ടത് കപ്ലാൻ തന്നെയാണെന്ന് ഓർത്ത് വെക്കുക. ലോ ഹെഡ് എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലേ. യെസ്, ലോ ഹെഡ് എന്ന് എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും കപ്ലാനിൽ തന്നെ പോകാൻ വേണ്ടി പാടുള്ളൂ. നെക്സ്റ്റ്, വെൻ എവർ ക്ലോസ്ഡ് കോൺഡ്യൂട്ട് ആർ യൂസ്ഡ് ഇൻ എ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് ഡാഷ് ഈസ് ആർ യൂസ്ഡ് ടു ലിമിറ്റ് ദി അബ്നോർമൽ പ്രഷർ ഇൻ ദി കോൺഡ്യൂട്ട് അല്ലേ. ഒരു ക്ലോസ്ഡ് കോൺഡ്യൂട്ടാണ് നമ്മളൊരു ഹൈഡ്രോ ഇലക്ട്രിക് പ്ലാന്റിൽ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിലെ അബ്നോർമലായിട്ടുള്ള പ്രഷർ എന്താ പറയുക ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താ? പെൻസ്റ്റോക്ക് ആണോ? അല്ല. പെൻസ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ കോൺഡ്യൂട്ടിൻ്റെ പേരാ. ഹെഡ് വർക്കോ? അല്ല. സ്പിൽവേ ആണോ? അല്ല. സർജ് ടാങ്ക് അല്ലേ. യെസ്, സർജ് ടാങ്ക് ആണ് നമ്മുടെ വാട്ടർ ഹാമറിങ് എഫക്റ്റ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മൾ പഠിച്ചതാണ്, അതുകൊണ്ട് നോ കൺഫ്യൂഷൻ. നെക്സ്റ്റ് വൺ, അറ്റ് വെരി ഹൈ ഹെഡ് ഹൈഡ്രോ ഇലക്ട്രിക് പ്ലാന്റ് യൂസ് അല്ലേ. ഫ്രാൻസിസ്, പ്രൊപ്പല്ലർ, പെൽട്ടൺ, കപ്ലാൻ. ഏതാണ്? പെൽട്ടൺ ടർബൈൻ ആണ് നമ്മൾ സാധാരണയായിട്ട്, പെൽട്ടൺ വീൽ ടർബൈൻ ആണ് നമ്മൾ ഹൈ ഹെഡിന് യൂസ് ചെയ്യുക. ഓർമ്മയില്ലേ? ഞാനിപ്പം പറഞ്ഞു വെച്ചില്ലേ ഉള്ളൂ ഇവിടെ പെൽട്ടൺ ടർബൈൻ. കണ്ടോ? പെൽട്ടൺ ടർബൈന് ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് ഇമ്പൾസ് ടർബൈൻ ആണ്, ഹൈ ഹെഡിനാണ് യൂസ് ചെയ്യുന്നതാണ് നമ്മൾ പറഞ്ഞു അല്ലേ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. സോ താങ്ക് യു. ഇത്രയും നേരം എൻ്റെ ഈ ഒരു വീഡിയോ കേട്ട് നിന്ന എല്ലാവർക്കും നന്ദി. എനിക്ക് ഉറപ്പുണ്ട് ഒരു 30 മിനിറ്റ്, ഒരു 35 മിനിറ്റ് നിങ്ങൾ ഈ ഒരു വീഡിയോന് വേണ്ടിയിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് 100% യൂസ്ഫുൾ ആയിട്ടുണ്ടാവും. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്, അതേപോലെ സ്റ്റീം പവർ പ്ലാന്റ്, എക്കണോമിക് കൺസിഡറേഷൻ ഇൻ പവർ പ്ലാന്റ് ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം കൂടിയായിരുന്നു ഇത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. നമുക്ക് വേണമെങ്കിൽ ഇത്തരത്തിൽ ഓരോ പോർഷൻസ് പഠിച്ചതിന് ശേഷം ഈ രീതിയിൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി കോൺഫിഡൻസ് കിട്ടും. സോ നിങ്ങളുടെ എക്സ്പീരിയൻസ് കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. യെസ്, സോ നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ വീഡിയോസുമായിട്ട് വീണ്ടും വരാം. അതിൻ്റെ കൂടെ മറക്കാതെ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് കിട്ടിയ മാർക്ക് കൂടി ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. എത്രയോ ആയിക്കോട്ടെ, എനിക്ക് നിങ്ങൾ യാതൊരു പരിചയമില്ല, അതേപോലെ ഈ വീഡിയോ കാണുന്നവർക്കും തമ്മിൽ യാതൊരു പരിചയമില്ല. നിങ്ങൾക്ക് 0 മാർക്കാണ് കിട്ടിയതെങ്കിൽ കൂടി അത് നിങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് നിർബന്ധമായിട്ടും കമൻറ്റ് ചെയ്യുക. എനിക്ക് ഉറപ്പുണ്ട് 0 ഒന്നും ആരും കിട്ടില്ല. ഒരു 35 ചോദ്യമാണെങ്കിൽ 20-ൽ കൂടുതൽ എന്തായാലും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. നിങ്ങൾ കഴിഞ്ഞ വീഡിയോസ് കണ്ടിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അത് ഉറപ്പാണ്. 20 മേലൊക്കെ നിങ്ങൾക്ക് എന്തായാലും കിട്ടും. കിട്ടിയിട്ടില്ലെങ്കിൽ അതെൻ്റെ കുറവായിട്ട് മാത്രമേ ഞാൻ കാണുള്ളൂ. ഓക്കെ, യെസ്. സോ അത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.